വാലന്റൈൻസ് ഡേ ആയിട്ട് കാണാൻ പറ്റിയ സിനിമ തന്നെയാണോ? റെഡ് കോസ്റ്റ്യൂമിലൊക്കെ ഒന്ന്. അതെ അതെ, വാലന്റൈൻസ് ഡേ കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. അത് കണ്ടിട്ട് തീരുമാനിക്കാം പ്രണയിക്കണോ വേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. സൂപ്പർ ഹിറ്റാവും. ഇതൊരു എന്താ പറയാ, വലിയ താരചാടയൊന്നും ഇല്ലാത്ത മറ്റേ അമ്പാനെയാണ് ആയിട്ടുള്ള പുള്ളിയാണ്. വാലന്റൈൻസ് ഡേ ആയിട്ട് അങ്ങനെയില്ല, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണാം. അങ്ങനെ ജിത്തു മാധവൻ തിരക്കഥ എഴുതി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത് നമ്മുടെ ആവേശിലെ അമ്പാൻ സജിൻ ഗോപു നായകനായി അനശ്വര നായികയായി വരുന്ന പൈങ്കിളി ഇന്ന് റിലീസാണ്. സിനിമയാണെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്, എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സജിൻ ഗോപുവിൻ്റെ അടിപൊളി പെർഫോമൻസ്, അതുപോലെ അനശ്വര രാജൻ്റെയും ഒക്കെയും ത്രൂ ഔട്ട് എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ അത് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ലാസ്റ്റ് സജിൻ ഗോപുവിൻ്റെ പെർഫോമൻസാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ചായി, പക്ഷേ പുള്ളിക്കാർ ഫുൾ ഫൺ കൊണ്ട് നിറഞ്ഞാടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. വാലന്റൈൻസ് ഡേ ആയിട്ട് കാണാൻ പറ്റിയ സിനിമ തന്നെയാണോ? റെഡ് കോസ്റ്റ്യൂമിലൊക്കെ ഒന്ന്. അതെ അതെ, വാലന്റൈൻസ് ഡേ കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. അത് കണ്ടിട്ട് തീരുമാനിക്കാം പ്രണയിക്കണോ വേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അനശ്വര അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ ആവും. ലേഡി സൂപ്പർ സ്റ്റാർ ഓൾറെഡി അനശ്വര ലേഡി സൂപ്പർ സ്റ്റാർ ആണല്ലോ, പിന്നെ ടാഗ്ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അനശ്വരയുടെ സ്ക്രിപ്റ്റിൽ നമുക്കറിയാമല്ലോ, പുള്ളിക്കാരി തരുന്ന എല്ലാ തിരക്കഥകളും സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പൈങ്കിളി സൂപ്പർ ഹിറ്റ് ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ബാക്കി എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ എല്ലാ ഫിലിംസ് എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഓരോ രുചികളാണല്ലോ, അതുകൊണ്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഹിറ്റ് അടിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സൂപ്പർ ഹിറ്റാവും. ഇതൊരു എന്താ പറയാ, വലിയ താരചാടയൊന്നും ഇല്ലാത്ത മറ്റേ അമ്പാനെയാണ് ആയിട്ടുള്ള പുള്ളിയാണ്. വളരെ ഉഗ്രം പെർഫോമൻസ്. പുള്ളി ഒരു ഗംഭീര ആക്ടർ തന്നെയാണ്. ശ്രീജിത്ത് ബാബു എന്ന് പറഞ്ഞ സംവിധായകൻ മലയാളത്തിന് മറ്റൊരു വാഗ്ദാനമാണ്. ഈ പടം സൂപ്പർ ഹിറ്റാവും, യാതൊരു സംശയം. ഫുൾ ലെങ്ത് കോമഡിയാണോ ചേട്ടാ? ഫുൾ ലെങ്ത്, അതായത് ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ ചിരിച്ച്, അതായത് വെറും തറ കോമഡി അല്ല, വളരെ ക്വാളിറ്റിയുള്ള നല്ല എന്താ പറയുക ഗംഭീര കോമഡി, വളരെ ആസ്വദിച്ച് ഊറി ചിരിക്കാൻ പറ്റുന്ന നല്ല പവർഫുൾ കോമഡി ഫിലിം. നല്ല ക്യാരക്ടർ. കോമഡിയൊക്കെ വർക്കാണോ? വർക്കാവുന്നു. കോമഡിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ഫുള്ളൊരു കോമഡി തന്നെയാണോ? ചിരിക്കാണ്ടോ? അതോ ചിരിക്കാണ്ട്. പിന്നെ ഇവരേ ഉള്ളൂല്ലോ, അനശ്വര ഇച്ചിരി ഓവറായിരുന്നു. അമ്പാൻ കൊള്ളാം. പൈങ്കിളിയാണോ സിനിമ? പൈങ്കിളിയാണ് സിനിമ പേര് പോലെ തന്നെ പൈങ്കിളിയാണോ? പൈങ്കിളിയായിട്ടൊന്നും ഇല്ല, പക്ഷെ കോമഡി ഉണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. വാലന്റൈൻസ് ഡേക്ക് കാണാൻ പറ്റിയ സിനിമ തന്നെയാണോ? വാലന്റൈൻസ് ഡേ ആയിട്ട് അങ്ങനെയില്ല, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ. കോമഡിയാണ്, കണ്ടിരിക്കും. നമുക്ക് അംബാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയുണ്ട് പുള്ളി സജിൻ ഗോപു? പുള്ളി നല്ല നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അംബാൻ ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയുണ്ട്? ഒരു തമാശ കോമഡി അങ്ങനെയൊക്കെ ഫുൾ ടൈമായിട്ട് ഓക്കെയാണ്, എന്നാലും ആവശ്യത്തിൻ്റെ അത്ര വരത്തില്ല. അത് ആവേശം വേറെ രീതിയല്ലേ. ഇത് ഫുൾ ടൈം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ചെറിയ ഹൈ ആയിട്ട് പോകുന്ന മൊമെൻ്റ് ഒക്കെ ഉണ്ട്, അല്ലാതെ നോർമലി ഓക്കെയാണ്. നമുക്ക് ഫുള്ള് ചിരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണോ പടം തന്നെ? അങ്ങനെ ഉണ്ട്, പക്ഷേ ചില കോമഡി നമുക്ക് പെട്ടെന്ന് വർക്കാകത്തില്ല, എന്നാലും നോർമലി ഓക്കെയാണ്. ആവറേജ് എക്സ്പീരിയൻസ് ആണോ? കോമഡിയൊക്കെ ഉണ്ടോ ബ്രോ? കോമഡി ഉണ്ട്, ചിലതൊക്കെ കൊള്ളായിരുന്നു, ചിലതൊന്നും അത്ര ഇങ്ങോട്ട് സെറ്റായില്ല. നമ്മൾ അംബാനല്ലേ, അപ്പോൾ എങ്ങനെയുണ്ട് പുള്ളി കൊള്ളായിരുന്നു, പക്ഷേ പുള്ളിയുടെ ആണെങ്കിലും ചില കോമഡീസ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായി. അനശ്വര എങ്ങനെ ഉണ്ടായിരുന്നു? അനശ്വര കുഴപ്പമില്ല.